വരുന്നുണ്ടല്ല തല കണ്ടോടത്ത് പിന്നെ ഗതി പിടിച്ചിട്ടില്ല കുടുംബം മറണ്ടാണ്ട് നിൽക്കുന്നീ നാക്ക് പൊഴുത്തിറങ്ങിയ കോച്ചിയിൽ പോയിട്ടേ വലിയ സായിപ്പായിരുന്ന വിചാരം എന്നോടാ കളിക്കണവൻ എന്താണ്ടാ നീ കിടന്ന് പോകണ് എന്താണ്ടാ ഉള്ളിയേ നീ എന്തല്ല തല്ലി എന്താ ഈ ചക്കന് തനിക്ക് ഭ്രാന്താണ് നീ പേടിക്കണ്ട അതാ നോക്കി ഞാൻ കേസ് കൊടുക്കാനുള്ള പരിപാടിയിലാണ് ധൈര്യമായിട്ടിരിക്കുന്നത് കേസ് കൊടുക്കുന്നുണ്ടാ നല്ലൊരു വക്കീല് വാദിക്കും. നമസ്കാരം സാർ, അഡ്വക്കേറ്റ് മന്മഥൻ LLB. നമസ്കാരം. നിങ്ങൾ വക്കീലാണ്? ഞാൻ വിചാരിച്ച പ്രശ്ന വേഷണത്തിന് ഇവിടെ വന്ന് നിൽക്കാന്ന്. അല്ല എന്താ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങള് ഒരു കേസിന്റെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ അത് ശരി. ശരി ശരി. അതെ നിങ്ങൾ ഇതുവരെ കേസ് എന്തെങ്കിലുമൊക്കെ വാദിച്ച് ജയിച്ചിട്ടുണ്ടോ? പിന്നെ എത്രയോ കേസ് ഒരുപാട് കേസ്. അതെ. അല്ല ഇപ്പൊ എനിക്ക് അതിർത്തി തർക്കാണ്. അതിന് വാദിച്ചിട്ട് അവസാനം എന്നെ കൊലക്കാരിൽ കയറ്റുവോ? എന്താ സാർ കേസിന്റെ ഏൽപ്പിച്ചു നോക്കൂ. അവനെ ഇത്തിരി ഉങ്ക് കൂടിയുണ്ട്. അതിന്റെ കൊമ്പൊന്നും ഒടിച്ചില്ലെങ്കിലേ ശരിയാവില്ല. ഞാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കൊലക്കേസും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അല്ലേ സാർ? അല്ല ഉങ്ക് തീർക്കണമെങ്കിൽ. അല്ല അതല്ല, അതിപ്പോ നിങ്ങൾ കേസ് എടുത്താലും ഇല്ലെങ്കിലും ഞാൻ അവനെ കൊല്ലും, ആ കാര്യം ഉറപ്പാണ്. അപ്പൊ സിവിലും ക്രിമിനലും എനിക്ക് രണ്ടും ഉണ്ട്. എനിക്ക് അത് നമുക്ക് ആലോചിക്കാം. ഞാൻ എന്തായാലും കാണാം. നമ്മള് കേട്ടോ. ശരി. അറിയില്ലേ നമ്പറൊക്കെ മേടിച്ച് നോക്കി അതെല്ലാം ഉണ്ട്, കാണാം നമുക്ക്. ശരി എന്നാ. ഒരു കേസായല്ലോ, രക്ഷപ്പെട്ടു. ഇനിയും ഞാൻ കാണേണ്ട പോലെ കേട്ടോ. സത്യേട്ടാ. മൊയ്തോ എവിടേക്കാണ്? ഞാൻ പഞ്ചായത്തിലേക്ക്. എങ്ങോട്ടാ? ഞാൻ ആ കേസിന്റെ കാര്യത്തിന് വേണ്ടി പോവാണേ. അല്ല, ആ പറമ്പിന്റെ കേസ് ഇതുവരെ തീർന്നില്ല. അത് എവിടെ തീരണ? സിവിൽ കേസല്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോ ഇങ്ങനെ പോണം. ആ കേസ് തുടങ്ങണ കാലത്ത് ഞാൻ മെമ്പറാ. ഇന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാ. കൊല്ലം 8 അങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പോഴും കേസ് കിടക്കുക. അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ല സത്യേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തായാലും നിങ്ങളൊരു ചോരയാണ്, ഏട്ടനും അനിയനാ. ഇതങ്ങോട്ട് പറഞ്ഞു കോംപ്രമൈസ് ആയിക്കോട്ടെ. ഞാൻ വേണമെങ്കിൽ ഇടപെടാം. നടക്കാത്ത കാര്യങ്ങളിൽ വെറുതെ വർത്തമാനം പറഞ്ഞാൽ നമ്മൾ വെറുതെ അലോഗ്യവും. അതിന് നിൽക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ പ്രായം എത്രയാന്ന് അറിയാം? എനിക്ക് പ്രായം എത്രയായാലും ഞാൻ ചാത്താ പോലും ഞാൻ അവനെ എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട, എനിക്ക് അവനെ കാണുകയും വേണ്ട. ശീതളാ, ശീതളാ. നിങ്ങൾ അച്ഛനെ മറന്നൂലേ? അച്ഛന് വിശന്നിട്ട് വയ്യ മക്കളെ. 2 കൊല്ലായിട്ട് നിങ്ങൾ അച്ഛനൊന്നും തന്നില്ലല്ലോ. നിങ്ങൾ ബാഹുബലി നടത്തിയോ? ബാഹുബലിയോ? ബാഹുബലി അല്ല, വാവിന് ബലി നടത്താറുണ്ടോന്ന്. അച്ഛന് വിശന്നിട്ട് വയ്യടാ. വിശക്കട്ടെ, അച്ഛന് നല്ലോണം വിശക്കട്ടെ. എടാ അങ്ങനെ കണ്ണിച്ചോറില്ലാത്ത വർത്താനം പറയല്ലേ ചെയ്തടാ. അച്ഛനല്ലേ മുക്കാസിന്റെ കൂടുതൽ ചേട്ടന് കൊടുത്തത്, അവിടെ പോയി പറ വിശക്കണോന്ന്. എന്താ മണ്ടുമോളെ നീ പറയുന്നത്? ഞാൻ 2 ആൾക്കും ഒരുപോലെയല്ലേ സ്ഥലം തന്നത്? എന്തെന്നായാലും ഞങ്ങൾക്കല്ലേ നഷ്ടം. നിങ്ങൾ ഏട്ടനെ അനുജന് സ്ഥലത്തിന്റെ പേരും പറഞ്ഞ് മത്സരിച്ചിട്ട് അച്ഛനെ മറന്ന് അച്ഛനെ പട്ടിണിക്കിട്ട അച്ഛൻ ആത്മഹത്യ ചെയ്യും. ശീതളാ, ശീതളാ, അച്ഛന് വിശക്കണടാ ശീതളാ. കൊല്ലം അച്ഛന് വലിയടാ ശീതളാ. അച്ഛന്റെ ആത്മാവിധിയൊക്കെ ചുറ്റി കറങ്ങും ചെയ്തളാ. വെറും മുക്കാൻ തന്നെയല്ലേ ചെയ്തളോ.
അത് വഴിക്ക് കൊടുത്തു എന്ന് കരുതി സമാധാനിച്ചു വിടറ ശീതളാ. ശീതളോ സാർ നമസ്കാരം. ആ എന്താ ശീതള? അല്ല സാറേ, നമ്മുടെ കേസ് ഇങ്ങനെ കുറെ നാളായല്ലോ. അപ്പോൾ എന്തായെന്ന് അറിയാൻ വേണ്ടി സാർ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റിയില്ലേ? ഞാനൊരു മാസം ഇങ്ങോട്ട് മാറിയിട്ട്. ഞാൻ പഴയ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴേ സാർ ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊടുത്തോ? ഇല്ല, അത് കൊടുത്തിട്ടില്ല. അല്ലേ? അല്ല ഒന്നുമില്ല, കേസ് എന്താണ് ഇങ്ങനെ നീണ്ടു പോകുന്നത്, ഇത് ഒന്ന് പര്യവസാനില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നാണ്. കേസും അതിന് കോടതിക്ക് അതിൻ്റെതായ സമയം വേണമല്ലോ, ആ സമയം എടുക്കും. അല്ല സാറ് 8-10 കൊല്ലമായാലും ഇപ്പോൾ നമ്മൾ ഈ കേസ് ഇങ്ങനെ നടത്തണോ? ശീതള, ഇത് ഞാനായിട്ട് താമസിപ്പിക്കണമല്ല. ഓരോ കേസിനും അതിൻ്റെതായ സമയം വേണം. ഇതിപ്പോൾ 10, 15, 20, 25 കൊല്ലം കഴിഞ്ഞ കേസുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് വിധി പറഞ്ഞ കേസുകൾ ഇഷ്ടംമാതിരിയുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കേസ് പിൻവലിച്ചോ? അത് വേണ്ട സാറേ, അത് ഞാൻ സാത്താനും പിൻവലിക്കുന്ന കാര്യമില്ല. അത് നമുക്ക് തന്നെ ജയിച്ചിട്ടേ പറ്റുള്ളൂ. അപ്പോൾ സമാധാനമായിട്ടിരിക്കും. അതിൻ്റെ സമയം എടുത്തോട്ടെ കോടതി. ശരി സാറേ. പിന്നെ എൻ്റെ കഴിഞ്ഞ 2 സിറ്റിങ്ങിൻ്റെ ഫീസ് തന്നിട്ടില്ല. എന്താ സാറേ, ഇത്ര നാൾ ഞാൻ തന്നെ അല്ലേ തരുന്നത് ഈ ഫീസൊക്കെ? എൻ്റെ കീഴിൽ ഒരുപാട് ജൂനിയേഴ്സൊക്കെ ഉള്ളതല്ലേ, എനിക്ക് അവരെല്ലാം ശമ്പളം കൊടുക്കണ്ടേ ശീതള? സ്ഥലത്തിൽ ആകെ 5000 ഉറുപ്പിയാണുള്ളത്. എനിക്കൊരു ബാക്കി എപ്പോൾ കൊണ്ടുവരും? ബാക്കി സമയത്ത് എത്തിക്കണേ. ഇപ്പം അടുത്ത സിറ്റിംഗ് ഉടനെ ഉണ്ട്, ഇല്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാവും. പിന്നെ പോകുമ്പോൾ ഗേറ്റ് ഒന്ന് അടച്ചു കേട്ടോ. ഇത്ര വിശാലമായ സ്ഥലമല്ലേ ഇങ്ങനെ കാലങ്ങളോളം വെറുതെ കേസും കൂട്ടുമൊക്കെ ആയിട്ടിട്ട് നായ്ക്കൊല്ലം നരിക്കൊല്ലം ഉണ്ടായി കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും നല്ലൊരു ബുദ്ധി തോന്നിയില്ല നിങ്ങൾക്ക്? പ്ലാൻ കാണിക്കുക. അപ്പോൾ ഒരു സെക്കൻഡ്. ഇതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട രീതിയിലുള്ള പ്ലാനാണ്, വില്ലയുടെ പ്ലാൻ. മനസ്സിലായ? നമുക്കിതിനകത്ത് ഇപ്പോൾ ഒരു 6 വില്ലകൾ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഈ ഭാഗത്താണോ വരിക? അത് ഈ സൈഡിലേക്ക് വരും, അതൊരു പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. പിന്നെ അതുപോലെ നമുക്ക് കളിക്കാനുള്ളതാ ഷട്ടിൽ കോട്ടൊക്കെ ഇതാ ഈ സൈഡിലേക്ക് ഇങ്ങനെ വളരെ വിശാലമായ രീതി നോക്കിയേ പുറകിലോട്ട് വരും. അതായത് ആ അതിർത്തിയില്ലേ അതിൻ്റെ ഇപ്പുറത്തായിട്ടേക്ക് വരും, കോർണറായിട്ട് വരും. പിന്നെ അതുപോലെ പോർച്ചിടാ, നമ്മൾ പോർച്ച് ഈ സൈഡിലാണ് സെറ്റ് ചെയ്യുന്നത്. അത് ഇത്ര വിശാലമായ പോർച്ചാണ്. അതൊക്കെ ഓക്കെ, നമുക്ക് പാർക്കിംഗ് ആണ് മെയിൻ. പാർക്കിംഗ് ഇതാ പോർച്ച് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ പാർക്കിംഗ് ക്ലോസ് കുറച്ചും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നല്ല വൃത്തിക്ക് തിരിയണം. അങ്ങനെ വരുമ്പോൾ ഇത് ഈ സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഈ ടാങ്ക് ഈ സൈഡിൽ വരും കേട്ടോ. സെപ്റ്റി ടാങ്ക്? അതെ. അയ്യോ, ആ സൈഡ് പറ്റില്ല. ആ സൈഡ് മൂപ്പരെ മുത്തശ്ശനുണ്ട്, ശീതളൻ. മൂപ്പര അസ്ഥിത്തറയല്ലേ? അത് കുഴപ്പമില്ലടാ, അതൊക്കെ ഇപ്പോൾ ഒരു വിഷയമാണ്. അത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചെറുപ്പത്തിലേ കേട്ട ഒരു വിഷയമാണ്. അവർ തമ്മിൽ സ്വത്തിൻ്റെ തർക്കം വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ആയി, അടിപിടിയൊക്കെ ആയി എന്നൊക്കെ. അതിപ്പോഴും ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിലൊക്കെ ഉണ്ടാവുമോ വിഷയം? അവര് തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ തമ്മിൽ ഞങ്ങൾ അച്ഛന്മാർ തമ്മിലും ഉണ്ടായിരുന്നു. അല്ല, അവർക്ക് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അവൻ്റെ അച്ഛൻ പ്യാരിജാതൻ ഇപ്പം കിടപ്പില്ല. കുറച്ചായി, ഒരു 3-4 മാസമായി. മൂപ്പരച്ഛനും കൂടി പോയപ്പോൾ എൻ്റെ അച്ഛനും കൂടി സൈഡായി. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ കിട്ടിയ സ്പേസ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സെപ്റ്റി ടാങ്ക് വിടാം. ഓക്കെ, ഓർമ്മിച്ചോ. സ്വത്ത് ഉണ്ടായാൽ പോരാ, അനുഭവിക്കാനും ഒരു യോഗം വേണം. സത്യേട്ടാ, ശരിയാണ്, വളരെ ശരിയാണ്. കോടതി കയറി ഇറങ്ങി നമ്മുടെ നല്ല ജീവിതം മുഴുവൻ നമ്മൾ നശിപ്പിച്ചു. അധ്വാനിച്ച പൈസ മുഴുവൻ കോടതിയിലും ആ വക്കീലുമാർക്കും കൊണ്ടു കൊടുത്തു.
എന്ത് കാര്യം ഉണ്ടായി? അവർ മാത്രം കൊഴുത്തു വന്നു. നമ്മൾ മരുന്ന് പോലും വാങ്ങിക്കാടെ പൊഴുത്ത് ചേർത്ത്. കഷ്ടമാണ്. കണ്ടാ, നമ്മളെ ദഹിപ്പിച്ച സ്ഥലത്താണ് ഇപ്പോൾ സെപ്റ്റി ടാങ്ക് പണിയാൻ പോണത്. എടാ മഹാഭാവികളെ, അപ്പൂപ്പന്മാരുടെ കുഴിമാടാടാ അത്. അതെങ്കിലും ഒന്ന് ഒഴിവാക്ക്. നിങ്ങൾ ഫ്ലാറ്റോ എന്ത് സാധനം വേണമെങ്കിൽ പണിതോളി. കുഴിമാടം ഒഴിവാക്ക് നിങ്ങൾ. എന്ത് പൊട്ടനാണ് ശീതള നീ. നമ്മൾ പറഞ്ഞവർ കേൾക്കുവോ? ജീവിക്കാൻ മറന്നുപോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോടാ മക്കളെ? നിങ്ങൾ സുഖമായി ജീവിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് ഈ സ്ഥലം മുഴുവൻ. പക്ഷെ നിങ്ങളും നിങ്ങളുടെ മക്കളും അധിക സ്വത്തിനു വേണ്ടി കേസുകൂടി തമ്മിൽ തല്ലി ഒന്നും അനുഭവിക്കാൻ പറ്റാതെ നരകിച്ചു മരിച്ചു. പക്ഷെ നിങ്ങളുടെ പേരക്കുട്ടികളെ കണ്ടോ? അവർ ജീവിക്കാൻ പഠിച്ചവരാ. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.